ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ പേഴ്സണ് എത്രമാത്രം വേദനയാണ് ഉള്ളത്. ഹൗ ഡീപ്ലി ദേ ആർ ഫീലിംഗ് സാഡ് ടു ലോസ് യു എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി നിങ്ങളുമായിട്ട് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണും സന്തോഷകരമായിട്ടുണ്ടായിരുന്ന ആ നിമിഷങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടമാകുന്നതിൽ എത്രമാത്രം വിഷമമുണ്ട്. ഓക്കെ, പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ പേഴ്സണ് എത്രമാത്രം വേദനയാണ് ഉള്ളത്. ഇതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ പേഴ്സണ് എത്രമാത്രം വേദനയാണ് ഉള്ളത്. ഹൗ ഡീപ്ലി ദേ ആർ ഫീലിംഗ് സാഡ് ടു ലൂസ് യു. ഹൗ ഡീപ്ലി ദേ ആർ ഫീലിംഗ് സാഡ് ടു ലൂസ് യു. യെസ്, നിങ്ങളുടെ പേഴ്സണ് കാർഡ് വന്നിട്ടിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിൽ എത്രമാത്രം വേദനയാണ് ഉള്ളത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിൽ എത്രമാത്രം വേദനയാണ് ഉള്ളത്. ഇതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടമാകുന്നതിൽ എന്തുമാത്രം വേദനയാണ് ഉള്ളത്. ക്യൂൻ ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു അവയർനെസ് ഉണ്ടാകുന്നുണ്ട്. അതവരുടെ ഒരു നിലനിൽപ്പ് തന്നെ നിങ്ങളാണ് എന്നുള്ള ഒരു കാര്യമാണ് അതായത് നിങ്ങൾ അവരോട് ഒന്നിച്ചുണ്ടായിരുന്നാൽ മാത്രമേ അവരുടെ ലൈഫിൽ ഒരു പൂർണ്ണതയിൽ എത്തുകയുള്ളൂ, അവരുടെ ലൈഫ് ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ആ ഒരു നിലനിൽപ്പ് തന്നെ നിങ്ങളാണ് എന്നുള്ള ഒരു സത്യം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. അവർക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടമാക്കുന്നതിൽ ഈ വ്യക്തി അമിതമായ ഒരു ഉത്കണ്ഠയിലാണ്, ടെൻഷനിൽ തന്നെയാണ് എന്നാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ആ ഒരു വ്യക്തി ആ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ആ ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്ക് തരണമെന്ന് ആ വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നു. എപ്പോഴും ആ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ എന്തോ ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് ആണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അത് പതിയെ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലേക്ക് മാറിപ്പോയതായിരിക്കാം. നിങ്ങളുമായിട്ടൊരു പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തതിൻ്റെ പേരിലും നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് വന്നു പോയി. അതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ പ്രശ്നമുണ്ടായി, അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തു ഈ വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരികയും ഒരു ഡിസ്റ്റൻസിലേക്ക് വന്നു ചേരുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഒരു ബെറ്റർ ലൈഫ് അവർ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ കൂടുതലായിട്ട് അവർ സെൽഫ് ഫോക്കസ് ആയി പോയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയി. അങ്ങനെ അവർ സെൽഫ് ഫോക്കസ് ആയി പോയ ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം, പ്രണയമൊക്കെ നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീലിങ്സ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവർ എന്ത് നേടാനാണോ ഇത്രയധികം പരിശ്രമിച്ചത്, അവർ ആഗ്രഹിച്ചൊരു കാര്യം അവരിൽ നിന്നും നഷ്ടമായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മേ ബി അത് നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പ്രണയമായിരിക്കാം. ആ ഒരു നഷ്ടത്തെക്കുറിച്ച് അവർ എപ്പോഴും ചിന്തിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്.
യെസ്, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ കരിയർ പ്രോബ്ലംസോ ഒക്കെ ഈ വ്യക്തി ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹമോ കമ്മിറ്റ്മെൻറ്റ്സോ ഒന്നും നൽകാൻ കഴിയാതെ പോയി എന്നുള്ള ഒരു കാര്യത്തിൽ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ഈ വ്യക്തിക്ക് ഒരു ടൈം ലഭിച്ചില്ല, ഒരു സമയം കിട്ടിയില്ല അവർക്ക്. അതിൻ്റെ പേരിലെല്ലാം ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാകാൻ വേണ്ടി അവർ പരിശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു നല്ല കാര്യം നടക്കാൻ, അല്ലെങ്കിൽ എന്തോ ഒരു ഗോൾ ഫോക്കസ് ചെയ്ത് അവർ അതിലേക്ക് പരിശ്രമിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം പരാജയപ്പെട്ടു പോയി. അതായത് ഏറ്റവും വലിയ ആ ഒരു നേട്ടം അവർക്ക് നഷ്ടമായി പോയി. അവർ അതിൽ പരാജയപ്പെട്ടു പോയി. നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് നൽകാൻ അവർ ആഗ്രഹിച്ച രീതിയിൽ നൽകാൻ കഴിയാത്തതിലൊക്കെ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പം എന്തോ ഒരു വലിയൊരു ഗോൾ അവർ സക്സസ് നേടിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ അവർ ആ ഗോളിന് പുറകെ പോയപ്പോൾ അവർ ലൈഫിൽ വലിയ നേട്ടം തന്നെ അവർക്ക് നേടിയ ആ ഒരു വലിയ നേട്ടം തന്നെ അവർക്ക് നഷ്ടമായി പോയി. അതാണ് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത്. അതവർക്ക് നഷ്ടമായി പോയി. അപ്പം അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിൽ ഒക്കെ അവർ പരാജയപ്പെട്ടു പോയി. അവരുടെ ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് തുറന്നു കാണിക്കാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുകയാണ്. ഒരു ഭാഗത്ത് അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം അവർ നേടിയെടുത്തപ്പോൾ മറുഭാഗത്ത് അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയി, നിങ്ങളുടെ ഒരു സ്നേഹം നഷ്ടമായി പോയി. അപ്പോൾ അവരുടെ ലൈഫിൽ അവർ എല്ലാ രീതിയിലും അവർ പരാജയപ്പെട്ടു പോയി എന്നാണ് ഇപ്പോൾ അവർക്ക് ഫീൽ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഫീലിങ്സിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ അവർക്ക് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു പരിശ്രമത്തിൽ എല്ലാം അവർ സക്സസ് ആയിട്ടും ഉണ്ടാവാം. പക്ഷേ അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നിങ്ങളില്ലാതായിപ്പോയി, നിങ്ങളുടെ ഒരു പ്രണയം ഇല്ലാതായിപ്പോയി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ മുന്നിൽ അവരിപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ലൈഫ് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ അവരുടെ ലൈഫ് പരാജയപ്പെട്ടതുപോലെയാണ് അവർക്ക് തോന്നുന്നത്. അവരുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തതും, അതുപോലെ കരിയറിൽ ഫോക്കസ് ചെയ്തതും, കൂടുതലൊരു സെൽഫ് ഫോക്കസ് ചെയ്തതും എല്ലാം നിങ്ങളുടെയും അവരുടെയും ഒരു ഡ്രീമൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഡ്രീമായിരുന്നു. നല്ലൊരു വെൽത്തിലേക്ക് വരണം, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്ക് വരണം. ഇതെല്ലാം നിങ്ങളും അവരും ഒരുമിച്ച് ചേർന്ന് കണ്ട ഒരു സ്വപ്നമായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ഒരു സക്സസ്സിൽ ഇപ്പോൾ നിങ്ങൾ അവരുടെ കൂടെയില്ല. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഇപ്പോഴും അവർ നേടിയെടുത്തതിൽ എടുത്ത ആ ഒരു നേട്ടത്തിലൊന്നും അവർക്കൊന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്താണോ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നേടിയെടുത്തിട്ടുള്ളത്, അതായത് അവരുടെ പല പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇതെല്ലാം അവർ സോൾവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിലൊന്നും അപ്പം നിങ്ങളും കൂടി കണ്ട ആ ഡ്രീംസാണ്, ഇതെല്ലാം സോൾവ് ആകണം, നല്ല ലെവലിലേക്ക് വരണം, ഇതൊക്കെ നിങ്ങളും കൂടി കണ്ട ഡ്രീംസാണ്. അതെല്ലാം നേടിയെടുത്തു. പക്ഷെ അതിലൊന്നും അവർക്ക് ഇപ്പോൾ ഒന്നും യാതൊരുവിധ സന്തോഷവുമില്ല. നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയി. ആ ഒരു നഷ്ടം അവരെ വേദനിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്ത് അവർ ഭയങ്കരമായിട്ടും ഒരു ലോസ് ഫീലിങ്സ് ഉണ്ടാവുകയാണ്, അത്രയും ഒരു മിസ് ഫീലിങ്സ് ഉണ്ടാവുകയാണ്. അവർ ജീവിതത്തോട് പരാജയപ്പെട്ട് നിൽക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അവർ ലൈഫിൽ നേടിയെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്കൊരു ശൂന്യതയായി പോയി, അല്ലെങ്കിൽ അതൊന്നും തന്നെ ഒരു വലിയ നേട്ടമായിട്ട് ഈ ഒരു സമയത്ത് അവർക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അത്രയും ഒരു പ്രൗഡായിട്ട് അവർക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇത്രയും വലിയൊരു നേട്ടങ്ങൾ വന്നു, ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നു, ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. പക്ഷെ അതൊന്നും ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് അവർക്ക് തോന്നുന്നേയില്ല. കാരണം അവർ എന്തിനു വേണ്ടിയാണോ പരിശ്രമിച്ചത്, അവർ എന്ത് നേടിയെടുക്കാൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടത്, ആ ഒരു കാര്യം അവരുടെ ലൈഫിൽ നിന്ന് അവർക്ക് ഇല്ലാതായി പോയി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്ക് ഇപ്പോഴുള്ളത്. നമുക്ക് പിന്നീട് വരുന്ന എല്ലാ കാർഡുകളും അങ്ങനെ. നമുക്ക് 2 ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്ത് നോക്കാം. ഹൗ ദേ ഫീൽ അബൌട്ട് ലൂസിങ് യു.
നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർ എത്രമാത്രം വേദനിക്കുന്നു, എത്രമാത്രം വേദനയാണ് അവർക്കുള്ളത്. നിങ്ങളെ നഷ്ടപ്പെട്ടതൊക്കെ കാർഡ് വന്നിട്ടുണ്ട്. പേസ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. രണ്ട് കാർഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർ അങ്ങനെ ഒരു ഫീലിങ്സാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് വരും. എല്ലാം ലൈഫിൽ നേടിയെടുത്തു, പക്ഷേ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി. അതൊരു വലിയ നഷ്ടമായിട്ട് തന്നെ, അവരുടെ കൈവിട്ടു പോയ ഒരു നഷ്ടമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. ആ ഒരു ഫീലിങ്സാണ് ഇവർക്ക് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു സമയത്തും നിങ്ങളുമായിട്ടൊരു റീയൂണിയന് വേണ്ടി പരിശ്രമിക്കുന്നത്. അവർ അത്രയും ഒരു ഡിപ്രഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രണയം എപ്പോഴാണോ നിങ്ങളിലേക്ക് തിരികെ എത്തുന്നത്, ആ ഒരു മൂമെൻറ്റിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. ആ ഒരു സ്നേഹം വരാനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റീയൂണിയൻ സംഭവിക്കാനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ കാണാനായിട്ട് വരുന്നത്. വളരെയധികം അവർ വിഷമിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഞാൻ എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, രാത്രി കാലങ്ങളിലൊക്കെ അവർ അത് ഓർത്ത് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെയധികം വിഷമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാം നേടിയെടുത്തു, പക്ഷേ അവർ ഇപ്പോഴും നിങ്ങളുടെ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിലെല്ലാം നഷ്ടമായി പോയി. ഈ ഫൈനാൻഷ്യൽ പരമായോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിൽ നേടിയെടുത്തു, പക്ഷേ ഒരിക്കലും അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ നേട്ടം അത് നിങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരു വലിയ നേട്ടം നഷ്ടപ്പെട്ടു പോയി, പക്ഷേ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റീയൂണിയന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോഴാണ് ആ വ്യക്തി ശരിക്കും മനസ്സിലാക്കുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കയ്യിലായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് വെറും ഒരു ഹൃദയം മാത്രമാണ്, ഇത് തുറക്കണമെങ്കിലുള്ള താക്കോല് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ നിങ്ങളിലേക്ക് തിരികെ എത്തുന്നതിന് ആ ഒരു മൂമെൻറ്റിന് വേണ്ടി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള ആ ഒരു മെസ്സേജസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. യെസ്, മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജ്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, ഐ കനോട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. യെസ്, അത് തന്നെയാണ് നമ്മുടെ റീഡിങ്ങുമായിട്ട് വളരെ റെസിനേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെസ്സേജാണിത്. ഐ കനോട്ട് ഇമാജിൻ, എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. മൈ ലൈഫ്, എൻ്റെ ജീവിതം, നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല എന്ന് പറയുകയാണ് ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ യു ആർ മൈ ട്വിൻ ഫ്ലെയിം. യെസ്, നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഐ മിസ് യു വെരി ബാഡ്ലി. യെസ്, നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി. യു ആർ മൈ ഹാർട്ട്, മൈ സോൾ, മൈ ട്രഷർ, മൈ ടുഡേ, മൈ ടുമോറോ, മൈ ഫോർ എവർ ആൻഡ് മൈ എവറിത്തിങ്. യെസ്, നിങ്ങളാണ് എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ്, എൻ്റെ നിധി, എൻ്റെ ഇന്നും നാളെയും ഇനി എല്ലാം എപ്പോഴും, എവറിത്തിങ്, എല്ലാം നിങ്ങൾ തന്നെയാകും എന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. ഐ ഫീൽ ദ സെയിം ഫോർ യു. യെസ്, ഈ ഒരു സെപ്പറേഷന് നിങ്ങളും വല്ലാതെ വിഷമിക്കുന്നുണ്ടാകാം. ആ ഒരു ഫീലിങ്സ്, എത്ര വിഷമം നിങ്ങൾക്കുണ്ടോ അതേ സെയിം ഫീലിങ്സ് അവരും അനുഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഐ ലവ് യു ബിക്കോസ് ഐ വിൽ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് യു. യെസ്, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കാരണം ഐ വിൽ നെവർ ഗെറ്റ് ടയേർഡ്, ഒരിക്കലും ഞാൻ ടയേർഡ് ആയിട്ടില്ല. നിന്നോടൊപ്പം ചിലവഴിച്ച സമയങ്ങളിൽ ഒരിക്കലും എനിക്കൊരു ബോറോ ടയേർഡോ ഒന്നും തോന്നിയിട്ടില്ല എന്ന് ഈ വ്യക്തി പറയുകയാണ്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. യെസ്, നീ ഇല്ലാത്ത ഒരു സമയത്ത് എനിക്ക് മൊത്തത്തിലൊരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നു. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെസ്സേജ്, ഞാൻ നിനക്ക് ഒരു നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് തരാൻ, നീയുമായിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഞാൻ നിനക്ക് ഓഫർ ചെയ്യുന്നു എന്ന് ഈ വ്യക്തി ഈ ഒരു സമയത്ത് പറയുകയാണ്. അപ്പോൾ ഇത്ര മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. യെസ്, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്ലൂ,
1984 എന്ന് പറയുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ലെറ്റർ ജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. 1983 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാരിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുകയാണ്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി മന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2023 നമുക്കിവിടെ ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 12 എന്ന് പറയുന്നൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. 50 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1996 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരിക്കാം. ലെറ്റർ ഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാളെ എന്തോ ഒന്ന് നടക്കുന്നു എന്നാണ് നമുക്ക്. അതുപോലെ തന്നെ ഒരു ഏഞ്ചൽ നമ്പർ 222. ഇത് നിങ്ങൾ 222 എപ്പോഴും തന്നെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1992 ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഒ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 26 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 months ഒരു പോസിബിലിറ്റിയാണ്. 2 months. 52 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 33 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നവംബർ മന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആർട്ടിസ്റ്റ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആർട്ട് പരമായ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കാം. അതുമല്ലെങ്കിൽ നല്ല പടമൊക്കെ വരയ്ക്കാനോ കലാരചന രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളോ ആയിരിക്കാം. 36 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 2005 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എബ്രോഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എബ്രോഡ് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. 1984 ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂ 1984 ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസാണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഈ ക്ലൂസ് ആരെങ്കിലുമൊക്കെ ആയിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ റീഡിങ്ങും ആരെങ്കിലുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.